അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കൃപ എന്നേക്കും. നമ്മുടെ രക്ഷകൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കൃപ എന്നേക്കും. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇപ്രകാരം പ്രഘോഷിക്കട്ടെ. മർദ്ദകനിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള എല്ലാ ദേശങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒന്നിച്ചുകൂട്ടി. അശീമോനിലെ മരുഭൂമിയിൽ അവർക്ക് വഴിതെറ്റിപ്പോയി. ജനവാസമുള്ള നഗരത്തിലേക്ക് വഴി കണ്ടെത്തിയില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവർ വലഞ്ഞു. കഷ്ടതയിൽ അവർ കർത്താവിനോട് അപേക്ഷിച്ചു. ദുരിതത്തിൽ നിന്ന് അവിടുന്ന് അവരെ മോചിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്താൻ അവരെ നേർവഴിക്ക് നടത്തി. കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യമോർത്ത് നീതിനിഷ്ഠർ അവിടുത്തെ സ്തുതിക്കട്ടെ. ദാരിദ്ര്യത്താൽ വിശന്നു വലഞ്ഞവരെയും ദാഹാർത്തരെയും അവിടുന്ന് തൃപ്തരാക്കി. ഇരുളിലും മരണത്തിന്റെ നിഴലിലും കഴിഞ്ഞിരുന്നവരെയും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നവരെയും മോചിച്ചു. എങ്കിലും അവർ ദൈവത്തിന്റെ വചനം ധിക്കരിച്ചു. അത്യുന്നതന്റെ ഉപദേശം തിരസ്കരിച്ചു. അടിമവേലയാൽ അവരുടെ മനമിടിഞ്ഞു. അവർ ക്ഷീണിച്ചവസരായി. സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കഷ്ടതയിൽ അവർ കർത്താവിനോട് അപേക്ഷിച്ചു. ദുരിതത്തിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ മോചിച്ചു. ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യമോർത്ത് നീതിനിഷ്ഠർ അവിടുത്തെ സ്തുതിക്കട്ടെ. അവിടുന്ന് പിച്ചളവാതിൽ ഭേദിച്ചു. ഇരുമ്പ് സാക്ഷാ തകർത്തു. പാപമാർഗം ഉപേക്ഷിക്കാൻ അവിടുന്ന് അവരെ സഹായിച്ചു. അകൃത്യത്താൽ അവർ താഴ്ത്തപ്പെട്ടു.
ആഹാരം അവർ വെറുത്തുപേക്ഷിച്ചു. അവർ മരണകവാടത്തോളം എത്തി. കഷ്ടതയിൽ അവർ കർത്താവിനോട് അപേക്ഷിച്ചു. ദുരിതത്തിൽ നിന്ന് അവിടുന്ന് അവരെ മോചിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യമോർത്ത് നീതിനിഷ്ഠർ അവിടുത്തെ സ്തുതിക്കട്ടെ. അവർ അവിടുത്തേക്ക് സ്തോത്രബലി അർപ്പിക്കട്ടെ. അത്ഭുതകൃത്യങ്ങളെ പ്രതി അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. കപ്പലിൽ യാത്ര ചെയ്യുന്നവരും കടലിൽ അധ്വാനിക്കുന്നവരും കർത്താവിന്റെ പ്രവൃത്തികളും ആഴക്കടലിൽ അവിടുത്തെ അത്ഭുതങ്ങളും കണ്ടു. അവിടുന്ന് കൊടുങ്കാറ്റയച്ചു. കടലിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താഴ്ന്നു. അവരുടെ അന്തരംഗം ഭ്രമിച്ചുപോയി. ഉന്മത്തരെ പോലെ അവർ ഇളകിയാടി. അവരുടെ ബുദ്ധിയെല്ലാം ക്ഷയിച്ചു പോയി. കഷ്ടതയിൽ അവർ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു. ദുരിതത്തിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചു. കടലിലെ തിരമാലകൾ ശാന്തമായി. അവ നിശബ്ദമായപ്പോൾ അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചു. കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യമോർത്ത് നീതിനിഷ്ഠർ അവിടുത്തെ സ്തുതിക്കട്ടെ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. അവിടുന്ന് നദികളെ മരുഭൂമിയാക്കി, ഉറവകൾ വരണ്ട ഭൂമിയാക്കി. ദേശവാസികളുടെ ദുഷ്പ്രവൃത്തികൾ മൂലം വിളഭൂമി ഒരു നിലമാക്കി. മരുപ്രദേശം ജലാശയമാക്കി, വരണ്ട ഭൂമി തടാകമാക്കി. വിശക്കുന്നവരെ അവിടെ പാർപ്പിച്ചു. അവർ പട്ടണം പണിത് അതിൽ വസിച്ചു. അവർ വയലുകളിൽ വിതച്ചു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, വിളവിന്റെ ഫലങ്ങൾ ഭക്ഷിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. അവർ അത്യധികം പെരുകി, ആടുമാടുകൾ കുറഞ്ഞതുമില്ല. വീണ്ടും ദുഷ്ടതയും കഷ്ടതയും വർദ്ധിച്ചു. അവർ എണ്ണത്തിൽ ചുരുങ്ങി അത്യധികം താഴ്ത്തപ്പെട്ടു. ഭരണാധികാരികൾക്ക് അവിടുന്ന് ദുരിതം വരുത്തി. വഴിയില്ലാത്ത പാഴ്പരപ്പിൽ അലയാനിടയാക്കി. ദരിദ്രരെ അവിടുന്ന് ശക്തിപ്പെടുത്തി. അവരുടെ ഗോത്രങ്ങളെ ആട്ടിൻപറ്റം പോലെയാക്കി. നീതിനിഷ്ഠർ ഇത് കണ്ട് സന്തോഷിക്കട്ടെ. അധർമ്മികൾ വായ് പൊത്തട്ടെ. വിവേകികൾ ഇത് ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഗ്രഹിക്കട്ടെ. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്റെ കിന്നരമേ ഉണരുക, വീണേ ഉണരുക. ഞാനും അതിരാവിലെ ഉണരും. ദൈവമേ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും. തിരുനാമം ഞാൻ പാടി പുകഴ്ത്തും. അങ്ങയുടെ കൃപ ആകാശത്തോളം വിശാലമാകുന്നു. വിശ്വസ്തത ഉന്നതാകാശത്തോളം ഉയർന്നതാകുന്നു. ദൈവമേ, ആകാശത്തിനുപരി ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ ഉയർന്നു നിൽക്കട്ടെ. അങ്ങയുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടാൻ വലം കൈയാൽ മോചിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം വിശുദ്ധ സ്ഥലത്ത് നിന്ന് അരുൾ ചെയ്യുന്നു. ഞാൻ മഹത്വീകൃതനാകും സിക്കേമിനെ വിഭജിക്കും. സാഗൂസിന്റെ താഴ്വര അളന്നു തിരിക്കും. ഗിലാദ് എനിക്കുള്ളതാണ്, മനാസേയും എന്റേതാണ്. എഫ്രായിം എന്റെ പടത്തൊപ്പിയാണ്. യൂദ എന്റെ ചെങ്കോലാണ്. മോവാബ് എന്റെ ഷാളന പാത്രവും. ആദോമിൽ വെച്ച് പാതുകമഴിക്കും. പ്ലസ്തീൻ കാഹളം മുഴക്കും. സുശക്തമായ നഗരത്തിലേക്ക് ആരനെ ആനയിക്കും. ആദോം വരെ ആരനെ കൊണ്ടുപോകും. ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നുകളഞ്ഞു. ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് പുറപ്പെടില്ലേ. വൈരികളുടെ മേൽ ഞങ്ങൾക്ക് ശക്തിയേകണമേ. മനുഷ്യരിൽ നിന്നുള്ള രക്ഷ വ്യർത്ഥമാണല്ലോ. ദൈവം ഞങ്ങളെ ശക്തരാക്കും. വൈരികളെ അവിടുന്ന് ചവിട്ടിമെതിക്കും.
ദൈവമേ, ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവീശോ മിശിഹായേ, നിൻ ന്യായാസനമൻ ഉൾക്കണ്ണാലെ കാണുമ്പോൾ ഭയപൂരിതമായി വിറകൊള്ളുന്നു അടിമുടി എന്നുടെ മനസ്സും ഗാത്രവും ആത്മാവും. അന്ത്യവിധിക്കായി നിന്നുടെ സവിധി നിലകൊള്ളുമ്പോൾ ഞാനേകൻ, തുണയേകാനായി അണയില്ല. ബന്ധുജനങ്ങൾ സ്നേഹിതരും അകലത്തായവർ നിലകൊള്ളും. എന്നുടെ വിധിയെ വീക്ഷിക്കാൻ നീതി എഴുന്നൊരു വിധിയാളാ. തിരുമുൻപിൽ ഞാൻ അപരാധി, എന്നിൽ കനിയണമേ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. പാപസ്ഥിതിയിൽ നിലകൊണ്ടിടും ആത്മാവിൻ നില എന്നിൽ വേദനയേറ്റുന്നു. നിവ്യരമതുപോൽ ശ്ലൈഹിക ഗണവും എന്നെ വിളിച്ചു താക്കീതേകി ഫലമേകാൻ. എന്നാൽ ഞാനോ വിളി കേട്ടില്ല, ഉപദേശം കൈക്കൊണ്ടില്ല. അനുതാപത്തിൻ മാർഗത്തിൽ മനസ്സു തിരിച്ചു നടന്നില്ല. അന്ത്യവിനാഴിക വന്നപ്പോൾ നിൻവിധി പേടിച്ചുഴരുന്നു. പ്രതിഫലമേകും വിധിനാളിൽ ചെയ്തികൾ തൂക്കിയളക്കുമ്പോൾ കനിവുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിൻ മഹിമയിടുന്നൊരു ന്യായാസനമൻ മനസ്സിൽ ഭീതിയുണർത്തുന്നു. മാലാഖമാർ നിരനിരയായി തിരുസവിധത്തിൽ മർത്യരയണിയായി നിർത്തിയിടും. ഉയിരിൻ ഗ്രന്ഥം ചുരുളഴിയുമ്പോൾ ചെയ്തികളഖിലം വെളിവാകും. എന്നുടെ പാപം തെളിവാകും, ചിന്തകളഖിലം വെളിവാകും. നരകാഗ്നിയിൽ ഞാൻ വീഴാതെ രക്ഷിച്ചിടാൻ കനിയണമേ. മാനവനുത്തമ സ്നേഹിതനെ, തിരുമുൻപിൽ ഞാൻ അപരാധി, അലിവുണ്ടാകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങയെ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അമ്പരവീഥിയിൽ കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്പരവീഥിയിൽ കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. സകല മാലാഖമാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, സ്വർഗീയ സൈന്യങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഉന്നതവാനിടമേ അവിടുത്തെ സ്തുതിക്കുവിൻ, ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ കർത്താവിന്റെ നാമം പുകഴ്ത്തുവിൻ. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ അവയെല്ലാം ഉണ്ടായി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെട്ടു. അവിടുന്ന് അവയെ സുസ്ഥിരമാക്കി, അവയ്ക്ക് നിയമം നൽകി, അത് കടന്നു പോകുകയില്ല. തിരുനാമം മാത്രമാണ് മഹനീയം, സ്വർഗത്തിലും ഭൂമിയിലും അത് പ്രകീർത്തിക്കപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലിടയാ നിന്നാലയിൽ വളരും അജനിരയെ നീ മേച്ചിടണമേ. പീഡകളങ്ങ് സഹിച്ചു മരിച്ചു മർത്യനു ശാശ്വത ജീവൻ നൽകാൻ രക്ഷകനിഞ്ഞരുളിയിടുക നാഥ, നിൻ കൃപ വിജയം ചൂടിയിടട്ടെ. നിൻഹിതമൊത്തു നിനക്കുള്ളവരാം സുതരായിടാൻ വരമേകണമേ. വൈദികരൊപ്പം ഭരണാധിപരും താവക ശാന്തിയിൽ നിവസിക്കട്ടെ. ത്രിത്വത്തിൻ സ്തുതി നിലരാം പാടും തമ്പുരുവായി സഭ നിലകൊള്ളട്ടെ. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വിശുദ്ധമായ ഉപവാസത്താൽ നിന്നെ പോലെ ഉപവസിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും പാപത്തിന്റെ ചുഴിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വിശുദ്ധമായ ഉപവാസത്താൽ അനുതാപത്തിന്റെ പാദം ഞങ്ങൾക്കായി തുറക്കുകയും പുതിയ ലോകത്തിൽ കണ്ണീരോ വിലാപമോ ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുകയില്ലെന്ന് കാണിച്ചു തരികയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വിശുദ്ധമായ ഉപവാസത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറി നിന്റെ കരുണയുടെ വലിയ നിക്ഷേപാലയത്തിൽ നിന്ന് പൊറുതി യാചിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വിശുദ്ധമായ ഉപവാസത്താൽ ഞങ്ങൾ മാലാഖമാരെ പോലെയാകുന്നതും ദൂതന്മാരുടെ ജീവിതം നയിക്കുന്നതുമായ അനശ്വര രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വിശുദ്ധമായ ഉപവാസത്താൽ നിന്റെ മഹത്വത്തിന്റെ ശക്തിയെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും സകല സൃഷ്ടികളാലും സ്തുതിക്കപ്പെടുന്നവനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ 3 വ്യക്തികളിൽ ആരാധിക്കപ്പെടുന്നവനുമായ ഏകദൈവത്തെ അറിയാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ബാഹ്യമാത്രമായ നിന്റെ ഉപവാസത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും നിന്റെ ശ്ലീഹന്മാരെ പോലെ ഉപവസിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ജ്ഞാനത്തിന്റെ ആരംഭമായ ദൈവഭയത്തിൽ ഞങ്ങളെ അഭ്യസിപ്പിക്കുകയും ഞങ്ങളോട് കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.